ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ നേട്ടത്തിന് പിന്നാലെ അർജുന അവാർഡ് കൂടെ തേടിയെത്തിയതോടെ വലിയ സന്തോഷത്തിലാണ് മുഹമ്മദ് അജ്മലിന്റെ നെല്ലായയിലെ വീട്ടുകാരും നാട്ടുകാരും. എന്നാൽ സന്തോഷത്തിനിടയിലും വലിയ ദുഃഖം ഇവർക്കുള്ളത് മകന്റെ ഉയർച്ചകൾ കാണാൻ ആഗ്രഹിച്ച മാതാവ് ഇന്നില്ല എന്നുള്ളതാണ്. രാജ്യത്തെ മികച്ച കായിക താരത്തിനുള്ള അർജുന അവാർഡ് നേടിയ സന്തോഷത്തിലാണ് നെല്ലായയിലെ മുഹമ്മദ് അജ്മലിന്റെ വീട്ടുകാരും നാട്ടുകാരും. ഏഷ്യൻ ഗെയിംസ് മെഡൽ നേട്ടത്തിന് പിന്നാലെയാണ് കേരളത്തിനാകെ അഭിമാനകരമായ നേട്ടം അജ്മലിനെ തേടിയെത്തിയത്. അവാർഡ് വിവരമറിഞ്ഞ് നെല്ലായ തച്ചങ്ങാട്ടെ വീട്ടിലെത്തിയെങ്കിലും ഇന്ത്യൻ നേവിയിൽ CPO ആയി ജോലി ചെയ്യുന്ന അജ്മൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായി തിരുവനന്തപുരത്തായിരുന്നു. ഭാര്യ ജംഷീലയുമായും ഞങ്ങളുമായും അജ്മൽ വീഡിയോ കോളിലൂടെ അവാർഡിന്റെ സന്തോഷം പങ്കുവച്ചു. ജോലിയിലാവൂലേ? അതെ. നാട്ടിലേക്ക് എന്നാ വരാൻ പറ്റുക? എന്നേ ഈ മെഡൽ നേട്ടത്തിൻ്റെ ഈ അവാർഡ് നേട്ടത്തിൻ്റെ സന്തോഷം ഒന്ന് പങ്കുവെക്കണ്ടേ നാട്ടുകാരൊക്കെ ആയിട്ട്? പ്രതീക്ഷിച്ചിരുന്നോ നേരത്തെ ഇങ്ങനെ ഒരു അവാർഡ്? ഓക്കെ, താങ്ക് യു. എന്തായാലും അഭിനന്ദനങ്ങൾ. പിതാവ് കുഞ്ഞാലിയും അജ്മലിന്റെ ഭാര്യ ജംഷീലയും സഹോദരൻ മിജിലാജും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം വലിയ സന്തോഷത്തിലാണുള്ളതെങ്കിലും അജ്മലിന്റെ ഈ നേട്ടം കാണാൻ ഏറെ പ്രിയപ്പെട്ട മാതാവ് ആസിയ ഇല്ല എന്നതാണ് ഇവരുടെ വലിയ ദുഃഖം. 20 ദിവസം മുമ്പാണ് അജ്മലിന്റെ മാതാവ് ആകസ്മികമായി വിട്ടുപിരിഞ്ഞത്. ഈ വേദനയിലാണെങ്കിലും അജ്മലിന്റെ നേട്ടത്തിൽ ഇവർ അഭിമാനിക്കുന്നു. മെഡൽ നേട്ടത്തിന് പിന്നാലെ വലിയൊരു നേട്ടം കൂടി നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അത്രത്തോളം സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. കൂടി നമ്മളൊരു അവാർഡ് എന്ന് പറയുമ്പോൾ നമുക്കതിന് ഒരു പ്രത്യേകത തന്നെയാണല്ലോ. അതും രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു അവാർഡാണ് കായിക താരങ്ങൾക്ക്. നല്ല സന്തോഷങ്ങളുണ്ട്. അതെല്ലാത്തിലും സന്തോഷത്തിൽ കൂടെയാണ് ഇപ്പോൾ ഈ ദുഃഖം കൂടി അത് വലിയ രീതിയിൽ ഇത് ആഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതെ, അതന്നെ ഉണ്ടായത്. അറിഞ്ഞപ്പോൾ നല്ല സന്തോഷമൊന്നും ഉണ്ടായി. ഒക്കെ മനസ്സിലൊരു ഈ അജ്മൽ വിളിച്ചിരുന്നോ? വിളിച്ചു സംസാരിച്ചു. വിളിച്ചില്ലേ? എല്ലാവർക്കും ഒരു മനസ്സിനൊരു ദുഃഖത്തിൻ്റെ ഒരു പറഞ്ഞു. അജ്മൽ വിളിച്ചിരുന്നു. എന്താണ് പറഞ്ഞത്? അജ്മലിന്റെ ഒരു പ്രതികരണം എന്തായിരുന്നു? സന്തോഷമുണ്ട്, അതേസമയം സങ്കടമുണ്ട്. ആൾക്ക് അത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യം തന്നെയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അത്ലറ്റിക്സിൽ അജ്മലിന് മാത്രമേ ഉള്ളൂ അത് ഈ രാജ്യത്തുനിന്ന് കംപ്ലീറ്റുള്ള എല്ലാ അത്ലറ്റ്സിനും സെലക്ട് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പം അതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അജ്മൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അടുത്തൊരു മത്സരത്തിന് പ്രിപ്പയർ ചെയ്തിരിക്കണം. എന്താണ് അജ്മലിന്റെ പ്ലാനിങ്? അജ്മലിന് ഇനി സർവീസസ് കോമ്പറ്റീഷനൊക്കെ വരുന്നുണ്ട്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. പ്രാക്ടീസിലാണ്, ക്യാമ്പിലാണ്, ട്രിവാൻഡ്രത്തുണ്ട്. എന്നാലും ഒരു അവാർഡ് കിട്ടുമ്പോൾ ഒരു ആദ്യ പ്രതികരണം എന്തായിരുന്നു? വൈഫിനോട് എന്തായിരുന്നു പങ്കുവെച്ചത്? ആള് ഷോക്കായിരുന്നു. ആള് ഈ ഒരു ടൈമിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അവാർഡ് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് എന്ന ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ഓർത്തിട്ട് പോലുമില്ല. നമ്മളെ ആരും വിളിക്കുക അങ്ങനെയൊന്നല്ല ഉണ്ടായത്. ന്യൂസ് കണ്ടിട്ടാണ് നമ്മൾ അറിയുന്നത്. കാരണം അതിൽ ഫോക്കസ് ചെയ്തിരിക്കുമായിരുന്നില്ല. അതിനെ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് ന്യൂസ് വഴിയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ നിങ്ങളും ഒരു അത്ലറ്റ്സ് ആണ്. അപ്പോൾ അത്ലറ്റ്സുകളുടെ പ്രയാസങ്ങളും കാര്യങ്ങളും ഇതൊരു ബഹുമതി നേടിയെടുക്കുന്നതിന്റെ പിന്നിലുണ്ടായിരിക്കുന്ന പ്രയത്നങ്ങളും ഒക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. അങ്ങനെ നോക്കി കാണുമ്പോൾ ഈ അവാർഡിന് നമ്മൾ എത്രത്തോളം വിലപ്പെട്ടതായി കാണുന്നു? അതാ പറഞ്ഞ എല്ലാ അത്ലറ്റ്സിനും കിട്ടുന്നതല്ല. ഒളിമ്പിക്സ് പോയവർ ഒരുപാടുണ്ട്, ഏഷ്യൻ ഗെയിംസ് പോയവരും മെഡൽ വന്നവർ ഒരുപാടുണ്ട്. പക്ഷെ അതിലെല്ലാവർക്കും കിട്ടുന്ന ഒരു അവാർഡല്ല. അജ്മലിനെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും വർഷത്തെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും തന്നെയാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. അതിൻ്റെ പ്രയാസം എന്താണെന്ന് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഒരു അത്ലറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് അറിയാം. അത് ആളുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഈ സന്ദർഭത്തിൽ സങ്കടമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നേട്ടം കൈവരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു കായിക താരത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതി കിട്ടിയാൽ, അജ്മലിനെ കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നു അജ്മൽ എപ്പോഴേലും ഇങ്ങനെ ഒരു അവാർഡിനെ കുറിച്ചിട്ട് സംസാരിച്ചിരുന്നു? ഇല്ല, അവാർഡിനെ കുറിച്ച് അർജുന അവാർഡിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് മുന്നെയാണ് നമുക്കൊരു അവാർഡ് കിട്ടിയത്.
ഏതാണ് അവാർഡ്? ജിരാജ അവാർഡ് കിട്ടിയത് സ്റ്റേറ്റിൻ്റെ ആയിരുന്നു. ഇതിപ്പോൾ കേന്ദ്രത്തിൻ്റെയാണ്. അത് ടോപ്പിൽ നിൽക്കുന്ന ടോപ്പ് അവാർഡ് തന്നെയാണിത്. അർജുന അവാർഡ് നമുക്ക് കായിക താരത്തിന് കിട്ടുന്ന ഏതൊരു കായിക താരത്തിൻ്റെയും സ്വപ്നമാണ് ഈ അവാർഡ്. ലൈഫ് ടൈം കിട്ടുന്ന ഒരു അച്ചീവ്മെൻ്റാണിത്. അത് അവൻ്റെ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും എല്ലാം കൊണ്ട് കിട്ടിയതാണ്. ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്. സംസാരിച്ചു. ഇപ്പോൾ അവന് പ്രാക്ടീസിന് പോകുന്ന പറഞ്ഞപ്പോൾ ഈ അവാർഡിന് ശേഷം പിന്നെ നാട്ടിൽ വരികയെന്ന് എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. എന്ന് വരിക എന്നറിയില്ല. ഇന്ത്യൻ താരങ്ങളിൽ ഈ അർജുന അവാർഡ് മികച്ച അവാർഡാണ്. അത് പ്രത്യേകിച്ച് 2 മലയാളികൾക്ക് കിട്ടിയതിൽ ഒന്നാൾ അജ്മലാണ്. അതുകൊണ്ട് കുടുംബത്തിനും നാട്ടുകാർക്കെല്ലാം വളരെ സന്തോഷം. ഇനിയും അവൻ പ്രഗത്ഭ കാഴ്ചകൾ വെക്കുമെന്ന് ഞങ്ങളെ പ്രതീക്ഷയുണ്ട്. വരും മത്സരങ്ങളെല്ലാം മികച്ച നേട്ടം കൈവരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കുടുംബമെല്ലാം ഒറ്റ നോട്ടിൽ അവന് വേണ്ടി കൂട്ടമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അവൻ്റെ കൂടെ ഒന്നിച്ചുണ്ട്. അജ്മലിന്റെ ഭാര്യ TJ ജംഷീലയും ദേശീയ അത്ലറ്റാണ്. 2023 ദേശീയ ഗെയിംസിൽ 400 മീറ്റർ ഓട്ടമത്സരത്തിൽ മെഡൽ നേടിയിട്ടുണ്ട് ജംഷീല. അജ്മലിനെ ആശംസകൾ അറിയിച്ച് നിരവധി പേർ ഫോണിലും നേരിട്ടും വീട്ടുകാരുമായി ബന്ധപ്പെടുന്നുണ്ട്. അജ്മലിന്റെ വീട്ടിലേക്കുള്ള വരവിനായി കാത്തിരിക്കുകയാണ് ഇവരെല്ലാവരും. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.